നമ്മൾ കഴിഞ്ഞ അവസാനത്തെ 2-3 ആയത്തുകളുണ്ടല്ലോ, 63 മുതലുള്ള ആയത്തൊന്ന് എല്ലാവരും നോക്കി നോക്കാം. 63, 64, 65. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാലൂ ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർദികും ബിസിഹ്രിഹിമാ വയദ്ഹബാ ബിത്വരീഖതികുമുൽ മുസ്ലാ فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى. ഈ ആയത്തുകൾ നമ്മൾ ഓതിക്കഴിഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാമും അതുപോലെ തന്നെ അപ്പുറത്തെ സാഹചര്യങ്ങളുമായിട്ടൊരു യുദ്ധരംഗം പോലെ ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ മൂസാ നബിനോട് അവർ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളാണോ തുടങ്ങേണ്ടത്, നീയാണോ തുടങ്ങാൻ പോണത് എന്ന് ചോദിക്കുന്നുണ്ട്. അവ്വല മൻ അൽഖ, ആരാണ് ആദ്യം ഇടേണ്ടത്, ആരാണ് ആദ്യം തുടങ്ങേണ്ടത് എന്ന് ചർച്ച ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് മൂസാ നബി അലൈഹി സ്വലാം വഹീൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം അവരോട് അഭിപ്രായം അറിയിക്കുകയാണ്. قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. ശ്രദ്ധിച്ച് ഞാൻ ഓതുന്ന ഭാഗം നോക്കിയിട്ട് قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. يخيل إليه من سحرهم أنها تسعى. فأوجس في نفسه خيفة موسى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى قلنا لا تخف إنك أنت الأعلى. ഇനി ഇന്ന് ഓതിയ 3 ആയത്തുകൾ ഒന്നുകൂടി ഓതും. وعصيهم إليه أن تسعى خيفة موسى ഈ 3 ആയത്തുകളിലൂടെ മഹാന്മാരായ ഉലമാക്കളുടെ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ഒരു വിശദീകരണം നൽകാം. ഖാല, അപ്പോൾ മൂസാ നബിനോട് ചോദിച്ചു ആരാണ് ആദ്യം ഇടേണ്ടതെന്ന് ചോദിച്ചു. ഖാല, മൂസാ നബി പറഞ്ഞു, ബൽ, എന്നാൽ, എങ്കിൽ, അൽഖൂ,
നിങ്ങൾ ഇട്ടോളൂ. ഇതൊരു ഹിക്മത്തിൻ്റെ ഭാഗമാണ്. ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്നൊരു ഘട്ടത്തിൽ അവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനും ഒന്നുകൂടി അവരുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കാനും രണ്ടാമത് മൂസാ നബി അത് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവായി മാറുക. അപ്പോൾ ആദ്യം നിങ്ങളത് തുടങ്ങിക്കോ. ബൽ അൽഖൂ, നിങ്ങൾ ഇട്ടുകൊള്ളുക. ഫൈദാ, അപ്പോൾ അതാ ഹിബാലുഹും, അവരുടെ ഹിബാലുകൾ. ഹിബാല്, ഹിബാൽ, ഹബ്ലുൻ, ഹിബാലുൻ, കയറുകൾ. ഹിബാല് കയറുകൾ. ഒരു കയറിന് ഹബൽ. ജബൽ എന്ന് പറഞ്ഞാൽ എന്താ? ജബലുൻ നൂർ, ജബലുർ റഹ്മ, മല. ജിബാലുൻ വൽ ജിബാല ഔതാദ, അല്ലേ? അതുപോലെ അറബിയിലെ പല വാക്കുകൾ, ജമൽ, ജിമാൽ. ജമൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നാണ് അർത്ഥം വരുന്നത്. ജബൽ എന്ന് പറഞ്ഞാൽ മലയാണ്. ഹബിൽ എന്ന് പറഞ്ഞാൽ കയറാണ്. അപ്പൊ ഹിബാലുഹും, അവരുടെ കയ്യിലുണ്ടായിരുന്ന കയറുകൾ. വഇസിയുഹും, അതുപോലെ തന്നെ ഇസിയ്. ഇസിയ് അറബിയിലെ പദപ്രയോഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പദമാണ്. അസ്വാ എന്ന് പറഞ്ഞാൽ എന്താ? അസ്വാ വടിയാണ്. അസ്വാ എന്ന് പറഞ്ഞാൽ വടിയാണ്. അതേ ഉച്ചാരമുള്ള മറ്റൊരു വാക്കാണ് അസ്വാ. അപ്പം അർത്ഥം മാറി. ഒരേ ഉച്ചാരണം അസ്വാ തന്നെ രണ്ടും വായിക്കുക. പക്ഷെ യാ ആണെങ്കിൽ അതിനർത്ഥം ധിക്കരിച്ചു എന്നാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു, അസോ അവിടെ അർത്ഥം അള്ളാഹനെ ധിക്കരിച്ചാൽ എന്നാണ്. അപ്പോൾ വ്യത്യാസം എഴുതുമ്പോഴും കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്നർത്ഥം. അസോ അലിഫാണെങ്കിൽ വടി എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസിയ്, വടികൾ എന്നാണ്. ഒരുപാട് വടികൾ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കയ്യറുകളും ഇസിയുഹും, അവരുടെ വടികളും അവരോട് ഇടാൻ വേണ്ടി പറഞ്ഞു. യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം. യുഹയ്യലു, ആ സമയത്ത് യുഹയ്യലു എന്ന് പറഞ്ഞാൽ ഭാവനയിൽ, ചിന്തയിൽ, ഓർമ്മയിൽ തോന്നുന്നതിനാണ് ഹയ്യല എന്ന് പറയുക. നമ്മൾ പറയില്ലേ ഭയങ്കര ഭാവനയാണ്, ഇമാജിനേഷനാണ്, അതിന് ഖയാല് എന്നാണ് വിശേഷിപ്പിക്കുക. യുഹയ്യലു ഇലൈഹി, അദ്ദേഹത്തിന് തോന്നിപ്പിക്കപ്പെടുന്നു, തോന്നുന്നു. മിൻ സിഹ്രിഹിം, അവരുടെ ജാലം നിമിത്തമായിക്കൊണ്ട്. അന്നഹാ തസ്ആ, ആ കയറുകളും വടികളും ഒക്കെ ഇങ്ങനെ ഓടുന്നതായിട്ട് മൂസാ നബിയുടെ കണ്ണുകളിൽ ഇങ്ങനെ കാണുകയും ബോധ്യപ്പെടുകയും ചെയ്യാണ്. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾ ജീവൻ വെച്ചുകൊണ്ട് കയറുകളും വടികളും പാമ്പുകളായി ഇടയുന്ന രംഗം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ ഒരു സിഹറിലൂടെ അവർ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. മറ്റു അധ്യായങ്ങളിലും ഇതേപോലെ പറയുന്നുണ്ട്. അങ്ങനെ അല്ലാഹു തആല സൂറത്ത് യൂനുസിൽ പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ ചെപ്പടി വിദ്യകൾ കാണിച്ചാലും ഇന്നല്ലാഹ സയുബ്തിലുഹു, അല്ലാഹ് അതിനെ ബാത്തിലാക്കും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ, മുഫ്സിദീങ്ങളുടെ ഒരു അമലും അല്ലാഹു തആല നന്നാക്കുകയില്ല. സൂറത്ത് ശുഅറായിൽ പറയുന്നുണ്ട്, ഖാല ലഹും മൂസ അൽഖൂ മാ അൻതും മുൽഖൂൻ, നിങ്ങൾ ഇടാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ഇട്ടോളൂ, നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെ അത് ഇടുമ്പോൾ അവർ പറയാണ് ഫഅൽഖൂ ഹിബാലഹും വഇസിയഹും, അവർ അവരുടെ കയറുകളും വടികളും ഇട്ടു. വഖാലൂ, അവർ പറഞ്ഞു ബിഇസ്സതി ഫിർഔൻ, ഞങ്ങൾ ഈ കാണിക്കണ ഈ അത്ഭുതമൊക്കെ ഞങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ ഫിർഔനിൻ്റെ ഇസ്സത്തോണ്ടാണ് നടക്കുന്നത്. നമ്മളോട് പറഞ്ഞില്ലേ, എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് പറയണം? ബിസ്മില്ല പറയണം. ഓല് പറഞ്ഞത് ഫിർഔൻ്റെ ഇസ്സത്തോണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ നടക്കുന്നത്. ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ, ഞങ്ങൾ എന്തായിരുന്നാലും ഇതിൽ ജയിക്കും. നിങ്ങളെ പേജ് നമ്പർ നിങ്ങളെ പുസ്തകത്തിൻ്റെ 146-ാമത്തെ പേജിൽ ഒന്ന് തുറന്നു നോക്കിയാൽ പുസ്തകത്തിൽ കാണാം. ആ ആയത്ത് സൂറത്ത് ശുഅറായിൻ്റെ 44-ാമത്തെ ആയത്ത്. അവിടെ സാഹിര്യങ്ങൾ 70 ആളുകൾ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള മികച്ച 70 ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അൽ മിസ്ബാഹുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് ഇതുവരെ നമ്മളധികം വായിച്ചിട്ടില്ലാത്തൊരു കിതാബാണ് അൽ മിസ്ബാഹുൽ മുനീർ. ആരാണ് അതിൻ്റെ പുസ്തകത്തിൻ്റെ പണ്ഡിതൻ്റെ പേരെന്താ? ഇമാം ഫയ്യൂമി എന്നാണ് അറിയപ്പെടുക. ഇമാം ഫയ്യൂമി, ശരിക്കും പേര് അഹ്മദ് ബിൻ
മുഹമ്മദ് അൽ ഫയ്യൂമി എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ്റെ ഫിഖ്ഹിയായ കിതാബാണ് അൽ മിസ്ബാഹുൽ മുനീർ. ഹിജറ 770 ജനിച്ച് ഹിജറ 1368 മരിക്കുന്നത്. അപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടില്ല മരിച്ചിട്ട്. അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഫയ്യൂമി റഹിമഹുല്ലയുടെ അൽ മിസ്ബാഹുൽ മുനീറിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. സാഹിര്യങ്ങൾ ഉണ്ടായിരുന്നു, അവർ 70ഓളം ആളുകളുണ്ട് എന്ന്. ഈ രംഗം കണ്ടപ്പോൾ മൂസാ നബിക്ക് എന്താ തോന്നിയത്? ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസാ. ഒരിക്കേ ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസാ. ഫി നഫ്സിഹി എന്ന് പറയാൻ അവിടെ ചെറിയൊരു ആരോ മാർക്ക് പോലെ ചെറിയ സംഭവം കൊടുത്തിട്ടില്ലേ? നഫ്സിഹി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആക്കരുത്. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസ, തൻവീന് പിന്നെ മീമ് ഷദ്ദുള്ളത്. അപ്പോഴോ ഖീഫതം മൂസ. ഒന്നുകൂടി ഒതുക്കിയേ. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസ ഫഔജസ, അപ്പോൾ തോന്നി, അനുഭവപ്പെട്ടു, ഫീ നഫ്സിഹി, തൻ്റെ മനസ്സിൽ, മൂസാ നബിൻ്റെ മനസ്സിൽ, ഖീഫത്തൻ, ഒരു ഖീഫത്ത് തോന്നി. നമുക്കൊക്കെ തോന്നുന്നത് ഒരു അത്ഭുതം കാണുമ്പോൾ ഉണ്ടാകുന്ന, കുറേ പാമ്പുകൾ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഖീഫത്ത്, പേടി. ഖീഫത്തം മൂസ, മൂസാ നബിക്കൊരു പേടി അങ്ങ് തോന്നി. പലതരത്തിലുള്ള പേടിയുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ജയിക്കൂലേ, ഇവരെന്തെങ്കിലും ചെയ്യോ, അങ്ങനെ പലതരത്തിലുള്ള പേടി എല്ലാം കൂടി സംഗമിച്ച് നിൽക്കുകയാണ്. ഉലമാക്കന്മാർ പറയാണ്, പ്രവാചകന്മാരാവട്ടെ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാവട്ടെ, ഈ മനുഷ്യന്മാരുടെയൊക്കെ മനസ്സിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഖൗഫ് ഉണ്ടായിരിക്കും എന്നാണ്. എന്താ ഖൗഫ്? പേടി ഉണ്ടാവുന്നു. അൽ ഖൗഫ്, പേടി വേണം നമുക്ക്. നമ്മൾ പേടിയില്ലാത്തവനാകാൻ പാടില്ല. വേണ്ട പേടിയും വേണ്ടാത്ത പേടിയുണ്ട്. പേടി അൻവാ ഉൽ ഖൗഫ്, അതിൽ ഒന്ന് നമുക്ക് വേണ്ട ഒരു പേടിയുണ്ട്, അത് വാജിബായ പേടിയാണ്. എന്താ വാജിബായ പേടി എന്ന് പറഞ്ഞാൽ? വാജിബായ പേടി എന്തായാലും ഉണ്ടാവണം എല്ലാവർക്കും. നിർബന്ധമായ പേടി. അള്ളാഹ് കാണുമല്ലോ, പടച്ചോൻ കാണൂലേ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വാജിബായി ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ ഭയപ്പെടേണ്ട മറ്റൊരു കാര്യമാണ് ഷിർക്കുൻ അക്ബർ. എൻ്റെ ജീവിതത്തിൽ ഷിർക്കുൻ അക്ബർ വരുമോ എന്ന പേടിണ്ടാവണം. അതേതാ ഷിർക്കുൻ അക്ബർ? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, നമ്മുടെ അമല് മുഴുവൻ പൊളിഞ്ഞു പോകുന്ന ഷിർക്കുൻ അക്ബറിനെ നമുക്ക് പേടിണ്ടാവണം. ഇന്ന കാര്യങ്ങൾ ഷിർക്കാന്ന് നമ്മൾ പറയുമ്പോഴേ അവർക്കത് ഇതൊന്നും ഷിർക്കന്നല്ല എന്ന് പറയുമ്പോൾ അവരെ പേടി എത്ര ഉണ്ടാവും? എന്നാൽ ഷിർക്കുൻ അക്ബറിനെ പേടിക്കണം. നബിതങ്ങൾ പോലും പ്രാർത്ഥിച്ചിരുന്നു സംഭവിക്കാതിരിക്കാൻ. മൂന്നാമത്തെ പേടി മുഹറമായ പേടിയാണ്. എന്താ മുഹറമായത്? ഹറാമായ പേടി. ഹറാമായ പേടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. സൃഷ്ടികളെ ഭയന്നുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്യുന്നു, സൃഷ്ടികളെ ഭയന്നുകൊണ്ട് ഞാൻ എൻ്റെ വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കുന്നു, പള്ളിക്ക് വരുന്നില്ല. എന്താണ്? ഇന്ന ആളെ പേടിയാണ്. ആളുകളെ ഭയന്നുകൊണ്ട്, ജനങ്ങളെ പേടിച്ചിട്ട്, അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അയാൾ സകല തെറ്റുകളും ചെയ്യുന്നു, ജനങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്നുള്ള എന്തെങ്കിലും നിലക്കുള്ള പ്രശ്നം വരുമെന്ന് പേടിച്ചിട്ടാണ്. ജനങ്ങളെ പേടിച്ച് ഹറാമ് ചെയ്യുകയോ ജനങ്ങളെ പേടിച്ച് നന്മ ഉപേക്ഷിക്കുകയോ വാജിബ് ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവൻ ഹറാമായ പേടിയിലുള്ളത്. ഹറാമായ പേടിയിലുള്ളത്. എന്നെ മഹലിൽ നിന്ന് പുറത്താക്കുമോ ഡോന്തി, അത് പേടിച്ചിട്ട് എല്ലാ ശിർക്കും ചെയ്തുകൊണ്ട് നടക്കുക, എല്ലാ ഹുറാഫാത്തുകളും ചെയ്യുക. ഞാനിത് ചെയ്ത ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്നും പറഞ്ഞുകൊണ്ട് താടി പഠിക്കേണ്ട സമയത്ത് താടി പഠിച്ചു നടക്കും. പള്ളി പോകുന്നത് പള്ളി പോകണില്ല എന്ന പള്ളി പോകണ്ട. ഓൾക്കും വേണ്ടി, ഓൻക്കും വേണ്ടി, മകന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിലെ വാജിബാത്ത് ഒഴിവാക്കി നടക്കുക. ഇത് പാടില്ലാത്തതാണ്. മറ്റൊന്ന് ജായിസായ പേടിയുണ്ട്. ജായിസ് എന്ന് പറഞ്ഞാൽ എന്താ? ജായിസ്, ജായിസാണ്, അനുവദനീയാണ്. അനുവദനീയമായ പേടി എന്ന് പറഞ്ഞാൽ ഖൗഫുൻ തബീഇ, നല്ല ഇടിമിന്നൽ, ഒരു ചെറിയ പേടി ഉണ്ടാവും, അനുവദനീയം, കുഴപ്പമൊന്നുമില്ല. ഒരു പാമ്പിനെ കണ്ടു, ഒരു പേടി, കുഴപ്പമില്ല. ഖൗഫുൻ തബീഇ, ഇത് നോർമലി പ്രകൃതിപരമായി ഉണ്ടാകുന്നൊരു പേടിയാണ്. ഇതേപോലെ മൂസാ നബിക്ക് ആ പ്രകൃതിപരമായൊരു പേടിയെ തോന്നി. പാമ്പുകളെല്ലാം കൂടി കണ്ടപ്പോൾ, ആ ഒരു സിഹറിൻ്റെതായ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോഴുള്ള ഒരു പേടി മൂസാ നബിൻ്റെ മനസ്സിൽ വേട്ടയാടി തുടങ്ങി.
നമ്മളിപ്പോൾ തന്നെ പറയാറില്ലേ ഇസ്ലാമോഫോബിയ. ഫോബിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? പേടി എന്നാണ്, ഭയം എന്നാണ്. കുറേ ഫോബിയകളുണ്ട്. WHO അടക്കമുള്ള സംഘടനകൾ ലോകത്ത് ഇപ്പോൾ ഭയം കാരണം കൊണ്ട് വ്യത്യസ്ത തരം പേടിയുള്ള മനുഷ്യന്മാരുണ്ട്. ഉദാഹരണത്തിന് പറയാം, ജെറോസ്കോഫോബിയ എന്ന് പറഞ്ഞൊരു ഫോബിയ ഉണ്ട്. ജെറോസ്കോഫോബിയ എന്ന് പറഞ്ഞാൽ എനിക്ക് വയസ്സാകുമോ എന്നുള്ള പേടിക്കാണ് പറയുന്നത്. ഞാൻ വയസ്സനാകുമോ എന്നുള്ള പേടി ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ജെറോസ്കോപ്പിയ. പിന്നൊരു പേടി നമുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതകളാണ് എർഗോഫോബിയ, ജോലിക്ക് പോണതിന് പേടി. അപ്പോൾ എന്തെങ്കിലും അവിടെ പോയാൽ അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, പോയ ആൾക്കാരെന്താ പറയുക, മാനേജർ എന്താ പറയുക, അങ്ങനെ ജോലിക്കും പോവില്ല, ജോലിനെ പേടി. ഇതൊക്കെ ലോകത്തുണ്ട്. മറ്റൊരു പേടി എനോക്ലോഫോബിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എനോക്ലോഫോബിയ അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻ്റർനെറ്റ് ഓൺലൈൻ മീഡിയകൾ വ്യാപിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ്. ജനങ്ങളെ പേടി. ഒരു വരൂല, ആൾക്കാരെ മുഖത്ത് നോക്കൂല, ജനങ്ങളുടെ അടുത്ത് വരൂല, 10 ആൾ കാണുന്നിടത്ത് കയറി വരൂല. കഴിഞ്ഞ ഏതൊരു ദിവസം കുത്തുബക്ക് വന്നൊരു ചങ്ങാതി പിന്നെ സ്ഥാനോട് സംസാരിക്കണം എന്നൊരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അവന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല എനിക്ക്, പക്ഷേ ആളുകളെ കണ്ട അവനക്ക് പ്രശ്നമാകുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും വരാൻ കഴിയണില്ല, ഒരു ദീനി സദസ്സുക്ക് വരാൻ കഴിയണില്ല, പള്ളിക്ക് ജമാത്തിന് വരാൻ കഴിയണില്ല. എന്താ അവനക്ക് ജനങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ഒരു പേടി വരികയാണ്. ഈ സംഭവത്തെ ഇതുണ്ട്, ലോകത്തുണ്ട്, ക്രൗഡ്സിനെ ഭയപ്പെടുന്ന അവസ്ഥകളുണ്ട് എന്ന്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമായി കാണാൻ സാധിക്കും, സെനോഫോബിയ എന്ന് പറഞ്ഞൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സിനെ, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ അപ്പോൾ പേടിയാകുക. എന്നും കാണുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ സ്വയം ഒരു വരിക, ഒരു പേടി തോന്നുക, ആ കൂടി വേർക്കുക. ഒന്നും കാട്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, കാണുമ്പോൾ തന്നെ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഭയം ഉണ്ടാവുക. ഇങ്ങനെ പിന്നെ നമുക്കൊക്കെ ഇപ്പോൾ ഉള്ളൊരു വേറെ പ്രശ്നമുണ്ട്. ഡോക്ടർ പറഞ്ഞത്, അവന് പറയണത് ബിബിലോഫോബിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബുക്കിനെ പേടിക്കാണ്ട് ഈ പുസ്തകം തൊടൂല, എല്ലാ പുസ്തകം ഖുർആൻ ക്ലാസ്സിന് വരും അടക്കി വെക്കുക. ഓനക്ക് എന്താണ്? ബിബിലോഫോബിയാണ്, ബുക്കിന് പേടിയാണ്. ബുക്കിനെ ഭയപ്പെടുന്ന ആളുകളുണ്ട് ലോകത്ത്. ഇപ്പം നമുക്ക് ഈ ഫോബിയകളൊന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ, പടച്ചോൻ്റെ മാർഗത്തിൽ ഒരു തവക്കുലാക്കി നടക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രകൃതിപരമായി നോർമലി ഒരാളിലുണ്ടാകുന്ന ഭയമല്ലാതെ മാനസികമായ ധൈര്യം സംഭരിക്കാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും സമൂഹത്തിൽ ഇറങ്ങുക. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നോക്കുന്നത്, സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന, ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നവരെക്കുറിച്ച് എത്ര മഹത്വവൽക്കരിച്ചാണ് സംസാരിച്ചത്. അത് അയാളെ മാനസികമായി, ശാരീരികമായി, സാമൂഹികമായി ഉയർത്തുകയാണ്. ഫൗജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ. അപ്പോൾ മൂസാ നബിയോട് അല്ലാഹ് എന്താ പറഞ്ഞ്, അങ്ങനെ വേണം കുട്ടികളായ, നല്ല പേടി വേണം എല്ലാവർക്കും, എപ്പോഴും പേടിച്ച് നടക്കണം എന്നാ പറഞ്ഞ്. പേടിക്കരുത് മൂസ. ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. ആയത്തോദിക്കേ, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. ഖുൽനാ, നാം പറഞ്ഞു, അല്ലാഹ് പറയാണ്, നാം പറഞ്ഞു, ലാ തഖഫ് മൂസാ, നീ പേടിക്കരുത്. പേടിച്ചാൽ കഴിഞ്ഞു. പിന്നെ അയാളെത്തി എന്ത് കപ്പാസിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല. എനിക്ക് സ്റ്റേജിനെ പേടിയാന്ന് വിചാരിക്കും നിങ്ങൾ, നമുക്കൊക്കെ ഉള്ള പ്രശ്നമാണല്ലോ. അപ്പം നിങ്ങൾ അവിടെ നിന്നിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ പൊട്ടിക്കും. നമ്മളോട് ഇവിടെ ഒന്ന് വന്ന് പറഞ്ഞാന്ന് പറഞ്ഞു നോക്കി. അപ്പം നമ്മൾ കുറേ ആൾക്കാർ അന്ന് എനിക്കൊന്നും പറയല്ല. ഇപ്പം ചില മസ്ലഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളുണ്ടാവും, അപ്പുറത്തുപ്പുറന്നിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും, ഭയങ്കര വർത്താനായിരിക്കും. അപ്പം വല്ലാതെ മൂപ്പര് പൊങ്ങാണെങ്കിൽ പറയും, നിങ്ങളൊന്നിട്ട് വരി, നിങ്ങളെ പറഞ്ഞ കാര്യം ഇവിടെ നിന്ന് പറ. പിന്നെ മൂപ്പരൊരു പ്രശ്നം ഉണ്ടാക്കുള്ളൂ, വളരെ സൈലൻ്റ് ആയിരിക്കും. അതൊരു തരം പേടിയാണ്, സ്റ്റേജ് ഫിയർ എന്ന് പറയില്ലേ. അപ്പോൾ ഈ സംഭവത്തിന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല പറഞ്ഞ മറുപടി നിങ്ങൾ, ഖുൽനാ, നാം പറഞ്ഞു, ലാ തഖഫ് മൂസാ, നീ പേടിക്കരുത്. ഒരാൾ പേടിക്കും. ഇപ്പം ഞാൻ ഈ സ്റ്റേജുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ സംഭവം പേടിയുണ്ട് കാണിക്കാൻ പാടില്ലല്ലോ. പേടിയുണ്ടെന്ന് വിചാരിക്കുക. എനിക്കിവിടെ ഞാൻ ഈ പറയാൻ പോണ ഒരു സംഭവം എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ എത്ര എഴുതി കൂടുന്നുണ്ടാക്കിയാലും, ഞാൻ എത്ര കാണാതെ പഠിച്ചു വന്നാലും, പേടി എൻ്റെ മനസ്സിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനും സംസാരിക്കാനും കഴിയില്ല. പരീക്ഷയ്ക്ക് വന്നു, ഒരാൾക്ക് പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആകെ കൂടി പേടി തോന്നി. എത്ര കുട്ടികളെന്ന് അറിയും. ഞാനൊക്കെ
ഇപ്പോഴും ഡിഗ്രിക്ക് പഠിക്കുന്ന വലിയ വലിയ കുട്ടികൾ വരെ സാർ ഇന്നലെ ഉറങ്ങിയിട്ടില്ല സാറേ, പരീക്ഷനെ അതിൻ്റെ വിഷയങ്ങളെ പേടിച്ചിട്ട് വീട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് പരീക്ഷയ്ക്ക് ഉറങ്ങാതിരിക്കുക, പണ്ട് പരീക്ഷയ്ക്ക് വന്നിട്ട് പേടിച്ചിട്ട് കയ്യൊക്കെ അങ്ങനെ നിന്ന് വേർക്കുക. ഇത് ഒരു പ്രത്യേക അവസ്ഥയാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പേടി വന്ന് ദുഃഖം കൂടി അമിതമായ ആ ദുഃഖാവസ്ഥ വന്നാൽ പിന്നെ അയാളുടെ നോർമാലിറ്റി നഷ്ടപ്പെടുകയാണ്. മുസാനബിനോട് ഇവിടെ പറഞ്ഞു, ഇവിടെ ഭയപ്പെടരുത്, ലാ തഖഫ്. എന്നിട്ട് പറഞ്ഞു പേടിക്കരുതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സമാധാനിപ്പിക്കാൻ കൂടി നമുക്ക് കഴിയണം. ഇന്നക, തീർച്ചയായും താങ്കൾ, അൻതൽ അഅ്ലാ, നിങ്ങൾ ഉന്നതിയിലാണ്. ഇവരെന്തോ ആയിക്കോട്ടെ, ഇവരെത്രയോ ചെയ്തോട്ടെ, അതിനേക്കാൾ എത്രയോ മുകളിലാണ് മൂസാ നബിയെ നിങ്ങൾക്കുള്ള സ്ഥാനം. നിങ്ങളുടെ വിജയം എത്രയോ അഅ്ലയാണ്, ഏറ്റവും ഉന്നതമാണ്, ഉയർന്ന ദറജയിലാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക. പ്രവാചകന്മാരുടെ കൂടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ. രക്ഷപ്പെട്ടോ? നൂഹ് നബി രക്ഷപ്പെട്ടോ? വിശ്വാസികൾ രക്ഷപ്പെട്ടു. എല്ലാ കാലഘട്ടത്തിലും എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നുപോയി, പ്രവാചകന്മാരുടെ കൂടെ അള്ളാന്റെ സഹായം ഉണ്ടായിരുന്നു. ചെങ്കടൽ കടക്കുമ്പോൾ ബാക്കിൽ മൂസാ നബിന്റെ പിന്നിൽ ഫിറഔനും ടീം അടക്കമുള്ള ആൾക്കാർ വരില്ലേ, മുമ്പിൽ ചെങ്കടലല്ലേ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്കിക്കല്ല, ഭയപ്പെടണ്ട, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബിൻ്റെ കൂടെയുണ്ട്, നമുക്കൊരു മാർഗം കാണിച്ചു തരും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. എത്ര ദിവസം പിടിച്ചു? ഹിജറ എത്ര ദിവസം ഉണ്ടായിരുന്നു? 12 ദിവസമല്ല, 9 ദിവസം. ഈ 9 ദിവസം എങ്ങനെ പോണത്? ടൗണിൽ കൂടെ അല്ല, ഉൾവഴികളിലൂടെയാണ് പോണത്. അറിയാൻ പാടില്ലായിരുന്നു, അറിഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഓഫർ പ്രഖ്യാപിച്ച സമയത്താണ് പോണത്. പോകുന്ന വഴിയിലാണ് 3-ാമത്തെ ദിവസത്തിൽ സൗർ ഗുഹൻ്റെ അവിടേക്ക് കയറി വരുന്നത്. ആ സൗർ ഗുഹ, നമ്മൾ ഹിറാ ഗുഹയിൽ കുറേ ആൾക്കാർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എത്ര പേര് പോയിട്ടുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. മാഷാ അല്ലാഹ്. പോയിട്ടില്ല? 2. പോവാത്തവരൊക്കെ ഇൻഷാ അല്ലാഹ് ആലോചനയിലുണ്ടാവണം. സൗർ ഗുഹൻ്റെ തൊട്ടപ്പുറത്ത് ഹിറാ ഗുഹ നമുക്ക് കയറാൻ കഴിയും, സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പിൽ ഇങ്ങനെ പിടിച്ച് പതുക്കെ കയറാൻ കഴിയും. പക്ഷേ സൗർ ഗുഹയ്ക്ക് പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച് വളരെ കുറച്ചേ പോകാൻ കഴിയുള്ളൂ. എന്തേ? കുത്തി നിൽക്കുന്ന കല്ലുകളാണ്. നന്നായി പ്രയാസം പിടിച്ചിട്ട് അവർക്ക് കയറി വരാൻ കഴിയുള്ളൂ. ആ സൗർ ഗുഹൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരിക്കുന്ന സമയത്താണ് നമ്മളെ പിടിക്കോ, നമ്മളെ കാണുന്നുള്ള ഒരവസ്ഥയ്ക്ക് ശത്രുക്കൾ കാലുകൾ വരെ അടുത്തെത്തി എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ പറയാണ്, ലാ തഹ്സൻ, വിഷമിക്കണ്ട സുഹൃത്തേ, ഇന്നല്ലാഹ മഅനാ, പടച്ചോണ്ട് നമ്മളെ കൂടെ. ഈ പ്രതീക്ഷ എന്തൊരു പ്രതീക്ഷ നോക്കി നിങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാമിനോട് കൊടുത്ത വാക്കും അതാണ്. മൂസാ, നിങ്ങൾ ഒരുപാട് ഉന്നതിയിലാണ്, ആരും ഇല്ലാന്നൊരിക്കലും നിങ്ങൾക്ക് തോന്നണ്ട, നിങ്ങളുടെ സ്ഥാനം വലിയ സ്ഥാനമാണ്, നിനക്ക് സഹായമുണ്ട്. ഇന്നക അൻതൽ അഅ്ലാ എന്ന് പറഞ്ഞ് മൂസാ നബിക്ക് ധൈര്യം കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളിലൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആ 3 ആയത്തുകൾ ഒന്നുകൂടി ചുരുക്കി ഓദിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയ ഈ ആയത്തുകളും പഠിച്ച് സംസാരിച്ച ഈ സമയങ്ങളെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളായി കബൂൽ ചെയ്യുമാറാകട്ടെ.